തരമായി മാറിയിരിക്കുകയാണ്. പോകാനുള്ള അനുവാദം നൽകണമെന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ വയോജനങ്ങളെയും നേരിൽ കണ്ട് കെട്ടിപ്പിടിച്ച് കാല് പിടിക്കേണ്ടവരെ കാല് പിടിച്ചും ചുംബിക്കേണ്ടവരെ ചുംബിച്ചൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഞാൻ. പക്ഷേ പോകാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു പരിപാടി ആയതുകൊണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ എത്തുന്നതിന് മുമ്പ് എത്തേണ്ടതായതുകൊണ്ടും പോകാനുള്ള അനുവാദം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ, മാതാക്കളുടെയും പിതാക്കളുടെയും മുമ്പിൽ അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാതാക്കളും പിതാക്കളും എൻ്റെ വിനീതനായ എൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് പോകാനുള്ള അനുവാദം നൽകുക മാത്രമല്ല, അനുഗ്രഹങ്ങളും ആശംസകളും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിവരുടെയും അനുവാദത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ കൺവെൻഷൻ, ഈ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം സ്നേഹാദരപരസ്പരം സന്തോഷപരസ്പരം വിനയാന്വിതം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയുരാരോഗ്യം, സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ഇതുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. കുര്യൻ സാറായിരുന്നു. സാറിൻ്റെ അഭാവത്തിൽ നമ്മുടെ ഒരു പ്രോഗ്രാം അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ വയോജന കമ്മിറ്റി അംഗം ശ്രീമതി ലീല പി. മേഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, കൂട്ടുകാരെ, ഇവിടെ വയോജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ കൂട്ടായി ഇരിക്കുന്നത്. സർക്കാർ പല മേഖലയിലും എന്ന പോലെ ഒരു വയോജന സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. അത് ഏവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ മുന്നോട്ട് വരാനുള്ള കാരണം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ സമൂഹം കെട്ടിപ്പടുക്കാൻ, അതേ വാക്കിൽ പറഞ്ഞാൽ കുടുംബം കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പണിവിട്ട് നമ്മൾ പ്രായമായപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന കാഴ്ച, വീടിനകത്ത് ഒറ്റപ്പെടുന്ന കാഴ്ച സർക്കാരും കാണുന്നു, സമൂഹവും കാണുന്നു. അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ കേരളത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ, നമ്മൾ കുടുംബത്തെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഈ മുതിർന്ന വയോജനങ്ങളല്ല, മുതിർന്ന പൗരന്മാർ എന്നെ അവർ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ എന്നുകൂടി നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നമുക്കൊരുപാട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിവുമുള്ളവരാണ് ഇവിടെ ഒത്തുചേർന്നത്. നമ്മൾ ഒറ്റപ്പെടേണ്ടതല്ല എന്ന് സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് ആശ്വസിക്കാം, വിശ്വസിക്കാം. അഭിവാദ്യങ്ങൾ നേരുന്നു. വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസ്ഥാന വയോജന കൗൺസിൽ ഉപദേശക സമിതി അംഗം പ്രൊഫസർ സരള കെ നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം മേഡത്തെ ക്ഷണിക്കുന്നു. എല്ലാവരെയും ആദ്യമായി വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമുക്ക് സംസാരിക്കാനുള്ളത് 3 വിഷയങ്ങളാണ്. 3 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങൾക്കും നമുക്ക് 3 മണിക്കൂറുകൾ വീതം കിട്ടിയാലും തീരില്ല. അത്രമാത്രം ഒരുപാട് വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നയങ്ങളും, അതായത് നമ്മളുടെ വയോജന നയം 2006 വന്ന നയം, പിന്നീട് 2013 വന്ന നയം, അതിനെക്കുറിച്ച് തന്നെ വളരെ വിശദമായി സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആവശ്യമാണ്. പക്ഷെ ഇന്ന് വളരെ ഹ്രസ്വമായി നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ സംസ്ഥാന വയോജന നയത്തെ ആസ്പദമാക്കി സർക്കാർ നമുക്ക് നൽകിയിട്ടുള്ള രക്ഷാകവചങ്ങളാണ്. ആ രക്ഷാകവചങ്ങളാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ വിഷയം, സംസ്ഥാന വയോജന കൗൺസിൽ. സംസ്ഥാന വയോജന കൗൺസിലും അതോടൊപ്പം വന്നിരിക്കുന്ന ജില്ലാ അടിസ്ഥാനത്തിലുള്ള വയോജന കമ്മിറ്റി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സംസ്ഥാന വയോജന കൗൺസിലിൽ പറഞ്ഞിരുന്നു, ജില്ലാ അടിസ്ഥാനമാക്കി വരുന്ന കമ്മിറ്റിക്ക്, അത് കമ്മിറ്റിക്ക് എന്നുള്ളതിന് പകരം നമ്മൾ കൗൺസിലിൽ നിന്ന് മാറ്റണമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സംസ്ഥാന വയോജന കൗൺസിലിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തെ വിഷയം നമ്മുടെ നയമാണ്. രണ്ടാമത്തേത് നമ്മളുടെ സംസ്ഥാന കൗൺസിലാണ്. ആ കൗൺസിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ മറ്റുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഇവിടുത്തെ വിശിഷ്ടമായ സദസ്സാണ്. എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വിയറ്റ്നാം മോഡലിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മളിവിടെ കാണുകയാണ്. അതിനാണ് ഇൻ്റർ ജനറേഷണൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ, യൂത്ത്സ്, അതോടൊപ്പം തന്നെ യുവാക്കൾ, അതോടൊപ്പം തന്നെ വയോജനങ്ങൾ. ഇപ്പോൾ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സ് കഴിഞ്ഞവരെയാണ് കൃത്യമായി നിർവചിക്കുന്നത്. അത് നമ്മുടെ നയത്തിൽ നിർവഹിച്ചിട്ടുണ്ട്, പുതുതായി വന്ന കമ്മീഷനിൽ അത് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർ ജനറേഷണൽ ആയിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. കാരണം എന്താണ്? കാലിടറിപ്പോകുന്ന കാലമാണ് സുഹൃത്തുക്കളെ. 60 വയസ്സ് കഴിഞ്ഞാൽ കാലിടറിപ്പോകുന്ന കാലമാണ്. അപ്പോൾ കാലിടറിപ്പോകുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകും. ആരെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകും? പുതിയ തലമുറയെ കൈകോർത്ത്. അവർ നമ്മളുടെ ഒരർത്ഥത്തിൽ നമ്മുടെ ഊർജമാണ്. നമ്മൾ വളർത്തിയ കുട്ടികൾ, നമ്മളെപ്പോലെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ. അവരെ നമ്മൾ ഏത് സദസ്സിലും കൂടെ കൂട്ടണം. അപ്പം നമ്മൾക്കുള്ള വിഹുലതകൾ, സങ്കടങ്ങൾ, നമ്മളുടെ പറയല്ലേ വിശാലമായ അനന്തസാഗരം പോലെയാണ് വയോജനങ്ങളുടെ സങ്കടങ്ങൾ. ആ സങ്കടങ്ങളെക്കുറിച്ച് ആരറിയണം? നമ്മുടെ പുതുതലമുറ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏത് സദസ്സിലും നമ്മൾ ശഠിക്കാറുണ്ട്, നമ്മളുടെ കുട്ടികൾ വന്നിരിക്കണം. ഇപ്പോൾ നമ്മളുടെ പുതിയ ആഡിയോ വന്നു, അദ്ദേഹം ക്യാമ്പസുകളിൽ നിന്നുള്ള കുട്ടികളെ കൂടി നമ്മുടെ സദസ്സിൻ്റെ ഭാഗമാക്കിയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കൗൺസിലുകൾ മൂന്നാമതായിട്ട് വരുന്നതാണ് എ ഹിസ്റ്റോറിക് സ്റ്റെപ്പ്, ചരിത്രപരമായ ഒരു ചുവടുവയ്പ്. ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ചുവടുവയ്പ്പാണ്. കേരള സർക്കാർ ഈ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ സമയത്ത് നമ്മൾ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു കവി തന്നെ പറയുകയാണ്, ഈ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നയങ്ങളും കൊണ്ടുവരുന്ന സംവിധാനങ്ങളും എല്ലാം തന്നെ എന്തുപോലെയാണ്? ഇറ്റ് ഈസ് എ ബീഹൈവ് വിത്ത് ഡ്രിപ്പിംഗ് ഹണി എന്നാണ്. അതായത് ഒരു തേൻ കൂട്, ആ തേൻ കൂടിൽ ഇറ്റിറ്റ് വീഴുന്ന തേൻ കണങ്ങൾ പോലെയാണ്. പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേർത്തുപിടിക്കലാണ് കേരളത്തിലെ വയോജനങ്ങളോടുള്ളത്. വലിയ നിലയ്ക്ക് പണം ചെലവഴിച്ചുകൊണ്ട് ഈ മേഖലയിൽ സർക്കാർ ഇടപെടുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 900 കോടി രൂപയാണ് ഒരു മാസം 62 ലക്ഷം ത്തോളം വരുന്ന ആളുകൾക്ക്, വയോജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു അത്ഭുത പ്രതിഭാസത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പെൻഷൻ പല സംസ്ഥാനത്തുമുണ്ട്, പലതരത്തിലുണ്ട്. പക്ഷെ ഇത്രയും വിപുലമായ നിലയിൽ ഇത്രയധികം ആളുകൾക്ക് ഇത്രയും ഉയർന്ന തുക പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു സ്ഥലവും ഈ ഇന്ത്യ രാജ്യത്തിനകത്തില്ല. അവിടെയാണ് കേരളം വ്യത്യസ്തമായിട്ട്, തുരുത്തായിട്ട് കേരളം നിൽക്കുന്നത്. നിങ്ങൾക്കൊരു ഐഫോൺ കിട്ടുന്നു, നിങ്ങൾ അതിനെ ചേർത്ത് വെക്കില്ലേ? വെക്കുവോ? നിങ്ങൾക്കൊരു നോക്കിയ ഫോണാണ് കിട്ടുന്നെങ്കിലോ? മാതാപിതാക്കൾ നോക്കിയ ഫോൺ പോലെ മാറിയിരിക്കും. ഒരു ഫീച്ചറും ഇല്ലാത്ത ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോക്കിയ ഫോൺ പോലെ വാർദ്ധക്യം മാറിയിരിക്കുന്നു. വേണ്ടാത്തതിനെ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം, അവഗണിച്ചു പോകുന്ന ഒരു സംസ്കാരം. നമുക്ക് വേണ്ടാത്തതിനെ മൂലക്കിരുത്തുക, ശരിയോ തെറ്റോ? നമുക്ക് വേണ്ടാത്തതിനെ എടുത്തു മൂലക്കിരുത്തുക. അവിടെ നിന്നും പഴകിക്കഴിയുമ്പോൾ വീടിന് പുറത്തേക്കെറിയുക. ഇന്നു ഞാൻ നാളെ നീ. കുനിഞ്ഞിരിക്കുന്ന യുവത്വമേ ഓർക്കുക, ഇന്നു ഞാൻ നാളെ നീ. ഓരോ
ഓരോ പിതൃത്വവും ഓരോ മാതൃത്വവും വിലമതിക്കാനാവാത്തതാണ്. 2007 നമുക്കൊരു ആക്ട് വരുന്നത് വരെ നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അച്ഛനെ ഉമ്മറപ്പടിയിൽ അഭിമാനപൂർവ്വം കാണുന്നതായിരുന്നു ആർഷഭാരത സംസ്കാരം. അച്ഛൻ ചാരുകസേരയിൽ ഉമ്രപ്പടിയിൽ ഇരിക്കുന്ന ആ കുലീനത്വമുള്ള ഒരു ദൃശ്യമുണ്ട്. ഇന്ന് ആ ദൃശ്യമുണ്ടോ? ഉണ്ടോ? ഇന്ന് അച്ഛൻ എവിടെയാണ്? വീട്ടിൽ അച്ഛനുണ്ട് എന്നറിയുന്നുണ്ടോ? അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദം അവരവിടെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. വ്യത്യാസങ്ങൾക്കുള്ള ഇടങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പ്രത്യേകമായ ഗ്രീൻ ചാനൽ വേണം എന്നുള്ളത് അത് അത്യാവശ്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ആരംഭിച്ചത് അതായിരുന്നു. ഹോസ്പിറ്റലുകളിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇപ്പോൾ DMOൻ്റെ അടുത്ത് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. DMO പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണന വേണമെന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്കിനി ആക്ഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വയോമിത്രത്തെക്കുറിച്ച് പറഞ്ഞു. വയോമിത്രം എല്ലാ നഗരസഭകളിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ പരിധിയിലൊക്കെയുള്ള സംവിധാനമായിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വയോമിത്രം കോർഡിനേറ്റർമാർ ഇവിടെയുണ്ട്. നമ്മുടെ സ്റ്റാളുണ്ട് ഇവിടെ 154, 155, 156, 157. അവിടെ പോയി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ സ്റ്റാള് കാണണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. വയോജനങ്ങൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയെ വയോജന സൗഹൃദമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് സാമൂഹ്യനീതി വകുപ്പ് മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. ഇതൊരു നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും RDO കോടതികളും ഇതേപോലുള്ള വയോജന സംഘടനകളും വയോജന ഹോമുകളും അതുപോലെ തന്നെ പൊതുജനങ്ങളും കുട്ടികളും NSS വോളണ്ടിയേഴ്സും എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മുടെ പ്രായമായവർ നമുക്ക് തണലേകിയവരാണ്. തണലേകിയവർക്ക് നമുക്ക് തണലേകാൻ നമുക്ക് സാധിക്കണം. മരം നമുക്ക് റോഡിന് വേണ്ടി വെട്ടി മാറ്റുകയല്ല വേണ്ടത്. വേണമെങ്കിൽ സുഗതകുമാരിയൊക്കെ ആവശ്യപ്പെട്ടതുപോലെ അത് മുറിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലേതുപോലെ അത് വേരോടെ പിഴുത് വേറൊരു സ്ഥലത്തെങ്കിലും വെക്കാൻ പറ്റണം. ഓൾഡ് ഏജ് ഹോം അങ്ങനെ വേരോടെ പിഴുതിരുന്ന് വെക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഓൾഡ് ഏജ് ഹോമുകളെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓൾഡ് ഏജ് ഹോംസ് ഇല്ലാതാവുകയല്ല വേണ്ടത്, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അർഹതപ്പെടാത്തവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ RDO കോടതി മുമ്പാകെ ആക്കണം. നമുക്ക് അദാലത്തുകൾ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി DLSAയുടെ പാനൽ അഡ്വക്കേറ്റുമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെയും RDO കോടതികളുടെയും സഹായം നമുക്ക് തീർച്ചയായും ലഭ്യമായും നമുക്ക് എല്ലാ ഓൾഡേജ് ഹോമുകളിലും നമുക്ക് RDO അദാലത്തുകൾ നമുക്ക് വെക്കണം. അങ്ങനെ വെച്ച് ഇത്തരം അർഹതപ്പെട്ടാൽ അല്ലാത്ത ആളുകളെ നമുക്ക് തിരിച്ച് വീടുകളിലേക്ക് വിടാൻ പറ്റും. ഇതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയാണെന്ന് പറയുന്നു. ഏതായാലും ഈ ഒരു ചർച്ച ഇങ്ങനെ ഫലപ്രദമായി ഇവിടെ നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. സമയപരിധി കൊണ്ട് മാത്രം ഞാനിവിടെ ചുരുക്കുകയാണ്. ഈ പാനലുകൾ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയാതെ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇവിടെ നല്ല മനോഹരമായ 2 സെഷനുകൾ കൈകാര്യം ചെയ്ത നമ്മുടെ സരള മാഡം അവരെ വളരെ മനോഹരമായിട്ടാണ് സെഷൻ ചെയ്തത്. ആ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം കുറേ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ ഉറങ്ങിയവരെ പോലും ഉണർത്തിയ സെഷനായിരുന്നു നമ്മുടെ പ്രദീപ് സാറിൻ്റെ സെഷൻ. വളരെ മനോഹരമായി അവർ നമ്മുടെ നിയമത്തെക്കുറിച്ച് ഈ ഉച്ച സമയത്ത് പറയാൻ നല്ല കഴിവ് വേണം. ബിഗ് ഹാൻഡ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 സെഷനും മനോഹരമായിരുന്നു. നിങ്ങളെല്ലാവർക്കും അത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വയോജനങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേരുന്ന എല്ലാവർക്കും അതോടൊപ്പം വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും NSS വിദ്യാർത്ഥികൾക്കും എല്ലാം ഞാൻ എൻ്റെ സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.